ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റായിട്ട് പൂ പോലെ സോഫ്റ്റായൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരം പണ്ട് നമ്മളുടെ അമ്മമ്മമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ അപ്പം കഴിക്കാണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾക്ക് അരി കുതിർത്ത് അരയ്ക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് പച്ചരിയാണ്. ഇത് ഇഡ്ലി റൈസ് എന്ന് പറഞ്ഞ് മേടിക്കുന്ന അരിയാണ്. നാട്ടിലൊക്കെ നമ്മളുടെ സാധാ പച്ചരി എടുക്കുക. ഇത് ഞാനൊരു 8 മണിക്കൂർ മുമ്പ് നല്ലപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. ഇപ്പോൾ അരി നല്ലപോലെ കുതിർത്തിരിക്കുകയാണ്. 1.5 കപ്പ് അരി എടുക്കുമ്പോൾ 3/4 മുതൽ 1 കപ്പ് വരെ തേങ്ങ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് എടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈസ്റ്റിനും സോഡാപ്പൊടിക്കും ഒക്കെ പകരം ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തേങ്ങാവെള്ളമാണ്. ഒരു തേങ്ങയുടെ വെള്ളമുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നല്ലതുപോലെ ഫ്രിഡ്ജിന് പുറത്ത് വെച്ച് പുളിപ്പിച്ചെടുത്തേക്കുന്നതാണ്. ഇതാണ് നമ്മൾക്ക് ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഇങ്ങനെ തേങ്ങാവെള്ളം പുളിപ്പിച്ചെടുക്കുമ്പോൾ അത് നമ്മൾ കള്ളൊഴിച്ച് അപ്പം ഉണ്ടാക്കില്ലേ, ആ ഒരു കള്ളിൻ്റെ ഒരു ഇത് വരും ഈ തേങ്ങാവെള്ളത്തിൽ. അതുകൊണ്ടാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പം നമുക്കിതിനി അരച്ചെടുക്കാം. ഇപ്പോൾ അരിയെല്ലാം ഞാൻ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒന്നിച്ച് അരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അഡീഷണലായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല. ഈ തേങ്ങാ വെള്ളത്തിൽ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി അരച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. പക്ഷെ ഇത് അധികം ലൂസായിട്ട് അരച്ചെടുക്കരുത്. നമ്മൾ ദോശ മാതിരിയാണ് ചുട്ടെടുക്കുന്നത് അപ്പം. പിന്നെ വെള്ളയപ്പമൊക്കെ പല സ്ഥലങ്ങളിലും പലരും പല പോലെയാണ് അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങാവെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കുകയാണ്. ചിലരിതിലേക്ക് ആ ചുടുന്ന സമയത്ത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് അരച്ചെടുക്കണം മിക്സിയിലൊന്ന്. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് അങ്ങ് അരയ്ക്കരുത്. നമ്മളുടെ റവ ഉണ്ടല്ലോ, ആ ഒരു തരിതരിപ്പിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ അതുമാതിരി ഞാനൊരു അഡീഷണലായിട്ടൊരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. അതിനൊരു കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അധികം അങ്ങ് ലൂസായി പോകരുത് മാവ്. പിന്നെ കുറച്ചൊന്ന് ടൈറ്റാവും ഇത് തേങ്ങ ചേർത്തേക്കുന്നതുകൊണ്ട് നമ്മൾ ചുട്ടെടുക്കുമ്പോഴത്തേക്ക്. പക്ഷെ എന്നാലും അധികം ലൂസായി പോകരുത്. ഇതാണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊരു 8 മുതൽ 10 മണിക്കൂർ വരെ നല്ലതുപോലെ പുളിച്ച് വരാനായിട്ട് വെക്കാം. അത് ഓരോ സ്ഥലങ്ങളിലെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും അതിൻ്റെ സമയം എന്ന് പറയുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പം നമ്മൾ 8 മണിക്കൂർ മുമ്പ് പുളിക്കാനായിട്ട് അടച്ചു വെച്ച മാവ് നല്ലതുപോലെ പുളിച്ച് വന്ന ശേഷം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോഴേ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. പഞ്ചസാരയും ഉപ്പും ചേർക്കണ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അതാണ് അപ്പോൾ ആ ഒരു പുളിച്ച് വന്ന ആ ഒരു വീഡിയോ ഇല്ലാഞ്ഞത് അപ്പത്തിൻ്റെ. പിന്നെ പഞ്ചസാരയുടെ അളവ് 2 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ആക്കാം, നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി നമ്മൾക്ക് അപ്പം ചുട്ടെടുക്കാം. ദോശക്കല്ലിലാണ് അപ്പം ചൂടുന്നത്. ഇപ്പോൾ ഞാൻ ഈ ദോശ തവയിലേക്ക് നല്ലതുപോലെ ചൂടായ ശേഷം ഒരു തവി അപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഇതിൻ്റെ പൊക്കത്ത് ഹോളൊക്കെ വരും വരെ ഒന്ന് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാക്കി നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ഒരു സൈഡ് മാത്രം എന്ന് പറഞ്ഞാൽ തിരിച്ചിടുന്നില്ല, ഇങ്ങനെ തന്നെയാണ് അപ്പം വേവിച്ചെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലരിത് തിരിച്ചിട്ട് 2 സൈഡും മൂപ്പിച്ചെടുക്കും. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ അപ്പം നല്ല വെള്ള കളറിൽ കിട്ടും. അല്ലാതെ ഇതെടുക്കുവാണെങ്കിൽ ഒരു നമ്മൾക്കറിയാമല്ലോ, ദോശയൊക്കെ തിരിച്ചിട്ട് നമ്മളെടുക്കുമ്പോൾ അതുപോലെ ഇരിക്കും. ഇപ്പോൾ നല്ല ഹോൾസ് വന്നപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലായിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പത്തിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളുടെ അപ്പം നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ കിടന്ന് വേവണുണ്ട്. കണ്ടില്ലേ?
ഇനി നമ്മൾക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരട്ടെ. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഏത് കറിയും കഴിക്കാൻ നല്ലതാണ്. മുട്ടക്കറിയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. പിന്നെ ബീഫ്, ചിക്കൻ ഇതെല്ലാം നല്ലതാണ്. ഇതൊന്നുമില്ലെങ്കിൽ നമ്മളുടെ തേങ്ങ മൂപ്പിച്ചൊരു ചമ്മന്തി ഉണ്ട്, അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് ആദ്യത്തെ അപ്പം നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് അപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ലതുപോലെ ആ ഹോൾസ് വന്ന ശേഷം മാത്രം അടച്ചു വെക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഹോൾസ് വരുന്നതിന് മുമ്പ് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പം അങ്ങ് കല്ലച്ച് പോകും. അപ്പോൾ ആ ഒരു അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കാണ്ട് നല്ലതുപോലെ ഹോൾസ് വന്ന ശേഷം മാത്രം അടച്ചു വെക്കുക. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഹോൾസ് വരുന്നത് വരെ ഒന്നും നോക്കി നിൽക്കാനൊന്നും ടൈമില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചിട്ടെടുത്താലും ടേസ്റ്റിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഒരു സൈഡ് മാത്രം ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് ചിലർ ചുടുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ അരച്ച് ചേർക്കണം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ജീരകം മാത്രമേ ഇടാറുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല, ഒട്ടും നല്ലതല്ല ഈസ്റ്റും അതുമാതിരി സോഡാപ്പൊടിയൊന്നും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തേങ്ങാവെള്ളമൊക്കെ നമ്മളുടെ ഒരു പണ്ടത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ് തേങ്ങാവെള്ളം ഒഴിച്ചരയ്ക്കുന്നത്. അതുമാതിരി അപ്പത്തിലൊക്കെ ഉഴുന്ന് ചേർത്ത് പുളിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയൊക്കെ ഇപ്പോൾ മേടിക്കുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ തേങ്ങയൊക്കെ നമ്മൾ വീട്ടിൽ പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങാവെള്ളം ഒഴിച്ചിട്ട് ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളതിന് കുറച്ച് നേരം മുമ്പ് എടുത്തിട്ട് അത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് നല്ല ഇതിൽ തന്നെ തേങ്ങാവെള്ളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തേങ്ങാവെള്ളം ശരിക്കും നമ്മൾ പഞ്ചസാര ഇട്ട് പുളിപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു കള്ളിൻ്റെ എഫക്റ്റ് ആണെന്നാണ് പറയണത്. ഇതിൽ വേറെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ഒരു സാധനവും ചേർത്തിട്ടില്ല. എന്നിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് കണ്ടില്ലേ അപ്പം, അതാണ് പറഞ്ഞത്. അപ്പോൾ തേങ്ങാവെള്ളം പണ്ട് മുതലേ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് തേങ്ങാവെള്ളം. അപ്പോൾ തേങ്ങാവെള്ളം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്കൊക്കെ ഈസ്റ്റ് ചേർക്കണം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ തേങ്ങാവെള്ളമൊന്നും ഇല്ലെങ്കിൽ ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ചേർത്താൽ മതി. കാരണം ഭയങ്കര പുളിയായിരിക്കും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ അപ്പത്തിന്, വെള്ളയപ്പത്തിന് ഭയങ്കര പുളി നിൽക്കും ഈസ്റ്റ് നമ്മൾ കൂടുതൽ ചേർത്താൽ. തേങ്ങാവെള്ളം ചേർക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ അത് അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്. ഇതിന് നമുക്ക് ഏത് കറി കൂട്ടി കഴിക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് മുട്ടക്കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാ വീഡിയോസും കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.